Hi everyone, welcome you all for the NEET content discussion. മക്കളെ എല്ലാ നീറ്റ് ആസ്പിറൻസിനും ഏറ്റവും നന്നായിട്ട് അറിയേണ്ട ഒരു ടോപ്പിക്കാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിൽ ഒരു അടിപൊളി ഒരു ഏരിയ ഉണ്ട്, ദാറ്റ് ഈസ് ടിഷ്യൂ കൾച്ചർ. അപ്പൊ എല്ലാ നീറ്റ് ആസ്പിറൻസും നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഇത് നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ്, ദാറ്റ് ഈസ് ടിഷ്യൂ കൾച്ചർ. അതായത് നമ്മുടെ സിലബസിലേക്ക് ഈ അടുത്ത കാലത്ത് ആഡ് ചെയ്യപ്പെട്ട ഒരു പാർട്ടാണ് ടിഷ്യൂ കൾച്ചർ. അപ്പൊ എന്താണ് ടിഷ്യൂ കൾച്ചർ? ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് അറിയണം, എന്നാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് ചെയ്യണം. ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് ടിഷ്യൂ കൾച്ചർ എന്താ എന്ന് ചോദിച്ചാൽ, ഒരു ന്യൂട്രിയൻ മീഡിയത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ന്യൂട്രിയൻ മീഡിയത്തിൻ്റെ അകത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ചെടികളെ, പ്ലാന്റ്ലെറ്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക. ഇതാണ് ടിഷ്യൂ കൾച്ചർ. കണ്ട, ചെറിയൊരു പ്ലാന്റ് പാർട്ടിൽ നിന്നും നമ്മൾ ഒരുപാട് ചെടികളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ മെത്തേഡാണ് യഥാർത്ഥത്തിൽ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അറിയണം, ഈ ടിഷ്യൂ കൾച്ചറിന്റെ ടെക്നിക്ക് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ആരാണ്, എന്നായിരുന്നു ഈ ടിഷ്യൂ കൾച്ചറിന്റെ കോൺസെപ്റ്റ് വന്നത്? ഈ ഒരു കാര്യം നമുക്കൊന്ന് നോക്കിയാലോ? യെസ്, അപ്പൊ ടിഷ്യൂ കൾച്ചറിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ടെക്നിക്ക് ആദ്യമായിട്ട് വന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ഹേബർലാൻഡ് ആണ്. നോക്കൂ, ഗോത്ലിബ് ഹേബർലാൻഡ്. ഏത് വർഷമാണ് നോക്ക്? 1902ലാണ്. അപ്പൊ ഇദ്ദേഹത്തെയാണ് ശരിക്കും നമ്മൾ ഫാദർ ഓഫ് ടിഷ്യൂ കൾച്ചർ എന്ന ടേം കൊടുക്കുന്നത്. അപ്പൊ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം, ആരാണ് ഫാദർ ഓഫ് ടിഷ്യൂ കൾച്ചർ എന്നുള്ളത്. അതിന് തീരുമാനമായല്ലോ? യെസ്. അപ്പൊ ഫാദർ ഓഫ് ടിഷ്യൂ കൾച്ചർ ആരാന്ന് ചോദിച്ചാൽ, അപ്പൊ നമ്മൾ അതും കൂടി ഒന്ന് എഴുതി വെച്ചു. ഇദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് ടിഷ്യൂ കൾച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫാദർ ഓഫ് ടിഷ്യൂ കൾച്ചർ, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടെ ഇതിൽ കിട്ടി. അപ്പൊ ഫാദർ ഓഫ് ടിഷ്യൂ കൾച്ചർ ആരാന്നുള്ള ടേം നോക്കൂ, ഗോത്ലിബ് ഹേബർലാൻഡ്. ഓക്കെ, ഈ ഹേബർലാൻഡ് യഥാർത്ഥത്തിൽ ജർമ്മൻകാരനാണ്. അദ്ദേഹം 1902ലാണ് ഈ ഒരു ടെക്നിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്ലാന്റ്സിന്റെ സെൽസിൽ നിന്നല്ലേ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? അങ്ങനെ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. ഏത് വർഷമാണ് ഇതിങ്ങനെ ഡെമോൺസ്ട്രേഷൻ നടത്തിയത്? അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഒരു സെല്ലിൽ നിന്നും ഒരു വലിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത് ആദ്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് FC സ്റ്റിവാർഡ് എന്ന് പറയുന്ന ഒരു അങ്കിളാണ്. അപ്പൊ FC സ്റ്റിവാർഡ് എപ്പോഴാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് നോക്ക്? 1964. സോഫാ 1902 ഇതിന്റെ ടെക്നിക്ക് പറഞ്ഞ ശേഷം 64ലാണ് നമ്മുടെ സ്റ്റിവാർഡ് ക്യാരറ്റിന്റെ ഫ്ലോയം സെൽസിൽ നിന്നും ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അപ്പൊ ഫ്ലോയം ഡെവലപ്പ് ചെയ്ത് വീണ്ടും ഒരു ക്യാരറ്റ് ആയിട്ട് മാറുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ് നമ്മുടെ സ്റ്റിവാർഡ് ആദ്യമായിട്ട് ഇത് കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഈ ഒരു ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് എന്ത് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഓരോ പ്ലാന്റ് സെല്ലും ഡെവലപ്പ് ചെയ്തിട്ട് ഒരു വലിയ പ്ലാന്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ എടുക്കുന്ന പ്ലാന്റിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റിന്റെ പാർട്ട്, ആ പ്ലാന്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലാന്റ്. അപ്പൊ നോക്ക്, പ്ലാന്റ് യൂസ്ഡ് ഇൻ ടിഷ്യൂ കൾച്ചർ, അതിനെയാണ് നമ്മൾ എക്സ്പ്ലാന്റ് എന്ന് പറയാം. അത് സെല്ലാവാം, ടിഷ്യൂ ആവാം, ഓർഗൻ ആവാം. അപ്പൊ ഏത് പാർട്ടാണോ നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ എക്സ്പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ കോൺസെപ്റ്റോ, അതായത് ഈ എക്സ്പ്ലാന്റ് ഡിവൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടായി വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന ടേം എന്താ? അതാണ് ടോട്ടിപ്പൊട്ടൻസി. സോ ദ ഐഡിയ ഓഫ് സെൽ കൾച്ചർ അഥവാ ടിഷ്യൂ കൾച്ചർ originated from the concept of totipotency. That's a very important point. Totipotency എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ടിഷ്യൂ കൾച്ചർ ഡെവലപ്പ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ടോട്ടിപ്പൊട്ടൻസി? നോക്കൂ, ടോട്ടിപ്പൊട്ടൻസിയുടെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ പ്ലാന്റ് സെൽ. ഓരോ പ്ലാന്റ് സെല്ലിന്റെയും കഴിവ് അല്ലെങ്കിൽ എക്സ്പ്ലാന്റിന്റെ കഴിവ് ടു ഡെവലപ്പ് into a complete plant, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് മാറുക. ഇതിനെയാണ് ടോട്ടിപ്പൊട്ടൻസി. അപ്പോൾ ഏതൊരു ഇൻഡിവിജ്വൽ പ്ലാന്റ് സെല്ലിന്റെയോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലാന്റിന്റെയോ പൊട്ടൻഷ്യൽ എബിലിറ്റി
ടു ഡെവലപ്പ് ഇൻ ടു എ കംപ്ലീറ്റ് പ്ലാൻ, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമായി മാറാൻ. അതിനെയാണ് ടോട്ടിപ്പൊട്ടൻസി എന്ന് വിളിക്കുന്നത്. അപ്പൊ ടോട്ടിപ്പൊട്ടൻസി എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ ആണോ? അപ്പൊ അടുത്ത ചോദ്യം വന്നു, നമ്മൾ ടിഷ്യൂ കൾച്ചറിന്റെ കോൺസെപ്റ്റ് എന്താന്ന് കിട്ടി. ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന പ്ലാൻ പാർട്ട്, ഓക്കെ, ഏത് പ്ലാൻ പാർട്ടാണ് ഉപയോഗിക്കുന്നത് അതിനെ എക്സ്പ്ലാന്റ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വെച്ചിരിക്കുന്ന ന്യൂട്രിയൻ മീഡിയത്തിന്റെ പ്രത്യേകത എന്താ? അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ സ്റ്റാർച്ച് സൊല്യൂഷൻ പോലെയൊക്കെ തോന്നും. ഓക്കെ, അതിങ്ങനെ മിക്സിംഗ് ഒക്കെ നടത്തുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ പറയുന്ന കഞ്ഞിവെള്ളം പോലെ ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഈ ന്യൂട്രിയൻ മീഡിയത്തിനുള്ളിൽ എന്തെല്ലാം ഉണ്ടാകും അതൊന്നറിയണ്ടേ? യെസ്. അപ്പൊ ന്യൂട്രിയൻ മീഡിയത്തിന്റെ ഉള്ളിൽ ന്യൂട്രിയൻ മീഡിയത്തിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് എന്നറിയണം. അപ്പൊ ന്യൂട്രിയൻ മീഡിയം ഇൻ ടിഷ്യൂ കൾച്ചർ, അതിനുശേഷം നമുക്ക് മെരിസ്റ്റം കൾച്ചറിലേക്ക് പോവാം. അപ്പൊ ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന മീഡിയത്തിന്റെ പ്രത്യേകത എന്ത്? അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ മീഡിയത്തിൽ കൾച്ചർ മീഡിയത്തിനകത്ത് ന്യൂട്രിയൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇനോർഗാനിക് സാൾട്സ്, അതേപോലെ തന്നെ സർട്ടൺ വൈറ്റമിൻസ്, അമൈനോ ആസിഡ്സ് ഉണ്ടാവും, സൂക്രോസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ടാവും. ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പ്ലാൻ ഹോർമോൺസിനെയാണ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മക്കളെ, സൂക്രോസ് ആണ് ആസ് എ സോഴ്സ് ഓഫ് കാർബൺ ആൻഡ് എനർജി. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന ന്യൂട്രിയൻ മീഡിയത്തിനകത്ത് എന്തെല്ലാം ഉണ്ട്? ന്യൂട്രിയൻസ്, ഇനോർഗാനിക് സാൾട്സ്, വൈറ്റമിൻസ് ഉണ്ടാവും, അമൈനോ ആസിഡ്സ് ഉണ്ട്, സൂക്രോസ്. ആ സൂക്രോസ് ആണ് സോഴ്സ് ഓഫ് കാർബൺ ആൻഡ് എനർജി. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഏതൊക്കെ ഉപയോഗിക്കാം? പ്ലാൻ ഹോർമോൺസ്, ചെടിയിലെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന പ്ലാന്റിന്റെ ഹോർമോൺസ് ഏതെല്ലാം, ഇതേതാ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? അപ്പൊ സാധാരണയായിട്ട് ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാ? എപ്പോഴും നമുക്ക് എക്സാമിനേഷന് വരുന്നൊരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ അത് അറിയണം, ഏത് ഹോർമോൺ എന്നുള്ളത്. നമുക്ക് കാണാം, ഒന്ന് ഓക്സിൻ, ഓക്കെ, രണ്ടാമത്തത് സൈറ്റോകൈനിൻ. ഇത് രണ്ടു പേരുമാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഹോർമോൺസ്. കണ്ടോ, ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഹോർമോൺസ്. അങ്ങനെയാണെങ്കിൽ ഓക്സിനിൽ ഏത് ഓക്സിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയണ്ടേ? വേണം. അപ്പൊ ഏതാണ്? 2,4-D. അപ്പൊ 2,4-D ആരാ എന്നറിയണ്ടേ? അപ്പൊ 2,4-D ആരാ എന്നറിയണം. അതിനു വേണ്ടി ഒന്ന് മക്കളെ, 2,4-D നമ്മൾ പ്ലാൻ ഗ്രോത്ത് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 2,4-Dയുടെ ഫുൾ ഫോം പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഫുൾ ഫോം? 2,4-ഡൈക്ലോറോ ഫിനോക്സി. കണ്ട, ഡൈക്ലോറോ ഫിനോക്സി അസെറ്റിക് ആസിഡ്, ഇതാണ് അതിന്റെ ഫുൾ നെയിം. ഡൈക്ലോറോ ഫിനോക്സി അസെറ്റിക് ആസിഡ്. ഇതൊരു ഒന്നാം തരം വീഡ് കില്ലറാണ്, കളനാശിനിയാണ്. ഓക്കെ, മോണോക്കോട്ടുകളെ നശിപ്പിക്കാതെ ഡൈക്കോട്ടുകളെ നശിപ്പിക്കുന്ന ഒരു ഒന്നൊന്നര വീഡ് കില്ലറാണ്. അങ്ങനെയാണെങ്കിൽ സൈറ്റോകൈനിൻ ഏതാ? സൈറ്റോകൈനിൻ BAP. ഓക്കെ, എന്താണ് ഈ BAP എന്നറിയണ്ടേ? ബാപ്പ് എന്ന് വിളിക്കുന്ന BAP എന്താ എന്നറിയണം. സോ ദ നെയിം ഈസ് ബെൻസൈൽ അമൈനോ പ്യൂറിൻ. ഇതാണ് ബാപ്പ്, ബെൻസൈൽ അമൈനോ പ്യൂറിൻ. ഇതറിയണം. അങ്ങനെയെങ്കിൽ ഇവര് ചെയ്യുന്ന ഡ്യൂട്ടി എന്താന്ന് അറിയണ്ടേ? ഇവര് ചെയ്യുന്ന എന്താ സെല്ലിന്റെ ഡിവിഷനും സഹായിക്കും, അതേപോലെ തന്നെ ഓർഗൻ റീജനറേഷൻ. എന്ത് ഈ ഓർഗൻ റീജനറേഷൻ? റൂട്ട്, സ്റ്റെം, ലീഫ് ഒക്കെ റീജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ടിഷ്യൂ കൾച്ചർ വഴി ഒരുപാട് ചെടികളെ ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും ടെക്നിക്കൽ ടേം നമ്മൾ കൊടുക്കുമോ? കൊടുക്കും. യഥാർത്ഥത്തിൽ നമ്മൾ എടുക്കുന്ന എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് പാർട്ടാണോ അതോ സൊമാറ്റിക് പാർട്ടാണോ? ഈ സംശയങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ടെക്നിക്കൽ ടേം പഠിക്കണം. ഇങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആയിരക്കണക്കിന് ചെടികളെ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രതിഭാസം, ആ ഫിനോമിനിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. മൈക്രോ പ്രൊപ്പഗേഷൻ. അപ്പൊ എന്താണ് ഈ മൈക്രോ പ്രൊപ്പഗേഷൻ? മക്കളെ, ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ടിഷ്യൂ കൾച്ചർ എന്ത് സംഭവിച്ചു?
it is possible to achieve propagation of a large number of plants. Okay, large number of plants. Okay, large number of plants in very short duration. കണ്ടോ, in very short durations. ഇങ്ങനെ ടിഷ്യൂ കൾച്ചർ മെത്തേഡ് വഴി ലാർജ് നമ്പർ ഓഫ് ചെടികളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കുന്ന ഈ മെത്തേഡ് thousands of plants through tissue culture is known as micro propagation. മക്കളെ, ഇതിനെയാണ് നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആയിരക്കണക്കിന് ചെടികളെ ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കിയെടുക്കുന്ന ആ മെത്തേഡിനെയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കാം. റീപ്രൊഡക്റ്റീവ് സെല്ലാണോ അതോ സാധാരണ സെല്ലിൽ നിന്നാണോ? ഒരു സംശയമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത് ചിലപ്പം സ്റ്റെമ്മിന്റെ ടിപ്പോ റൂട്ടിന്റെ ടിപ്പോ ആവാം, അതല്ലെങ്കിൽ ലീഫ് ആവാം, ഏത് പാർട്ടും ആവാം. സൊമാറ്റിക് പാർട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ സൊമാറ്റിക് പാർട്ട്, വെജിറ്റേറ്റീവ് പാർട്ട്, അതായത് റൂട്ടോ സ്റ്റെമ്മോ സാധാരണ ഭാഗങ്ങൾ, ഇങ്ങനെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും സൊമാറ്റിക് പാർട്ടിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടായി വരുമ്പോൾ അതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ളല്ലേ ഉണ്ടാവുന്നത്, ഒരേപോലെയല്ലേ? ഇപ്പൊ എൻ്റെ ബോഡിയിൽ നിന്നും ഒരു സെൽ എടുത്തിട്ട് ഞാൻ ക്ലോൺ ചെയ്യാണ്, എന്നിട്ട് എന്നെ പോലെ ഒരു ഏജേനെ ഉണ്ടാക്കുകയാണ്. അപ്പൊ സൊമാറ്റിക് സെൽസ് എന്നെ പോലെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ക്ലോണിനെ വിളിക്കുന്ന പേരെന്താ? ആ ക്ലോണിനെയാണ് സൊമാറ്റിക് ക്ലോൺസ്. എന്താ മക്കളെ? സൊമാറ്റിക് ക്ലോൺസ്. നോക്ക്, ഇറ്റ് പ്രൊഡ്യൂസസ് ജെനറ്റിക്കലി ഐഡന്റിക്കൽ പ്ലാന്റ് കോൾ സോമ ക്ലോൺസ്. അതിനാണ് സോമ ക്ലോൺസ്. അതിന്റെ എക്സാമ്പിൾ നോക്കൂ മക്കളെ. ടൊമാറ്റോ ഉണ്ട്, ബനാന ഉണ്ട്, ആപ്പിൾ. നോക്കൂ, കമേഴ്ഷ്യൽ സ്കെയിലിൽ ഈ മെത്തേഡ് വഴി. അപ്പൊ നമ്മൾ ഈ തക്കാളിയും വാഴപ്പഴവും ഒക്കെ കമേഴ്ഷ്യലായിട്ട് ഒരുപാട് എണ്ണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പൊ അടുത്ത ചോദ്യം വന്നു, സാധാരണ എക്സ്പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? സാധാരണ എക്സ്പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് മെരിസ്റ്റംസ് ആണ്. അതെന്തുകൊണ്ടാണ് മെരിസ്റ്റംസ്? മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നറിയണം. അതാണ് മെരിസ്റ്റം കൾച്ചർ. അപ്പൊ എന്താണ് മെരിസ്റ്റം കൾച്ചർ എന്നറിയണ്ടേ? വേണം. അപ്പൊ മെരിസ്റ്റം കൾച്ചർ എന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് ഷൂട്ട് മെരിസ്റ്റം, അതായത് സ്റ്റെമ്മിന്റെ ടിപ്പ്, റൂട്ട് ടിപ്പ്, മെരിസ്റ്റം ഏതായാലും മതി, ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിച്ചാൽ അതിനെയാണ് മെരിസ്റ്റം കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് മെരിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നത് നോക്ക്. ഷൂട്ട് ആവാം, നോഡൽ സെഗ്മെന്റ് ആവാം. ആർ ദ എക്സ്പ്ലാന്റ് കോമൺലി യൂസ്ഡ് ഇൻ മെരിസ്റ്റം കൾച്ചർ. എന്തുകൊണ്ടാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നറിയണം. നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം നോക്ക്. മെരിസ്റ്റംസ് ആർ യൂഷ്വലി ഫ്രീ ഫ്രം വൈറസ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഒരിക്കലും ഫുഡ് സ്റ്റോർ ചെയ്യില്ല. ആക്റ്റീവ് സെൽ ഡിവിഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരിക്കലും അവിടെ വൈറസിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ ഫ്രീ ഓഫ് വൈറസ്. അതുകൊണ്ട് സയന്റിസ്റ്റുകൾ ചെയ്ത എന്താ? സയന്റിസ്റ്റുകൾ മെരിസ്റ്റത്തെ കൾച്ചർ ചെയ്ത് വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുത്തതാണ് ബനാന. നമ്മൾ നേരത്തെ കമേഴ്ഷ്യലായിട്ട് ചെയ്ത ഷുഗർ കെയിൻ, പൊട്ടറ്റോ, ഇതൊക്കെ കമേഴ്ഷ്യൽ ലെവലിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധാരണ ചെടികളാണ്. അത് വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ, ഇനി ടിഷ്യൂ കൾച്ചറിൽ ഒരു വലിയ ആപ്ലിക്കേഷനും കൂടി നമ്മൾ പറഞ്ഞിട്ട് ഈ നീറ്റിന്റെ ഏരിയ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതായത് ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ച രണ്ട് വ്യത്യസ്തമായ ചെടികളെ തമ്മിൽ ക്രോസ് ചെയ്ത് ടിഷ്യൂ കൾച്ചർ വഴി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ആ പ്രശസ്തമായ സംഗതിയാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. രണ്ട് വ്യത്യസ്തമായ ചെടികളുടെ തമ്മിൽ ക്രോസ് ചെയ്യാം. അപ്പൊ എന്താണ് ക്രോസ് ചെയ്യാൻ പോകുന്നത് എന്നറിയണം. അപ്പൊ ഒരു ഹൈബ്രിഡിനെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ആ ഹൈബ്രിഡിനെ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്നൊന്ന് നോക്ക്. നമ്മൾ ഒരു ഹൈബ്രിഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ആ ഹൈബ്രിഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്ക്. ഫ്യൂഷൻ ഓഫ് സൊമാറ്റിക് സെൽസ്. സാധാരണ വെജിറ്റേറ്റീവ് സെൽസ് എടുത്തു, രണ്ട് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് എ സ്പീഷീസ്. അങ്ങനെ രണ്ട് ഡിഫറെന്റ് വെറൈറ്റീസിൽപ്പെട്ട, നോക്കൂ, രണ്ട് ഡിഫറെന്റ് വെറൈറ്റീസിൽപ്പെട്ട ചെടികളെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഒരു പുതിയ വെറൈറ്റീനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് വെറൈറ്റീസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഹൈബ്രിഡ് എന്ന് വിളിച്ചു.
രണ്ടെണ്ണം മിക്സ് ചെയ്യുന്നുണ്ട്. അത് സൊമാറ്റിക് സെൽസ് എടുക്കുന്നതുകൊണ്ട് എന്ത് വിളിച്ചു? സൊമാറ്റിക് ഹൈബ്രിഡ്. ഇങ്ങനെ രണ്ട് സൊമാറ്റിക് സെൽസിനെ എടുത്ത് ഹൈബ്രിഡുകളെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് നോക്ക്. ഇതാണ് മക്കളെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഇതാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ വഴി രണ്ട് വ്യത്യസ്തമായ ചെടികളെ തമ്മിൽ ക്രോസ് ചെയ്തതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. നോക്കൂ, പൊട്ടറ്റോ ചെടിയും, അതായത് മണ്ണിന്റെ അടിയിൽ കാണുന്ന പൊട്ടറ്റോയും അതേപോലെ തന്നെ ടൊമാറ്റോയും കൂടെ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് പൊമാറ്റോനെ ഉണ്ടാക്കി. അത് നമ്മുടെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി NCERT ഇല്ല, പക്ഷെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരും. ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് മക്കളെ? സ്റ്റെപ്സ് ഇൻ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ആദ്യത്തെ സ്റ്റെപ്പ് നോക്കൂ, സെൽ വോളും പ്രോട്ടോപ്ലാസ്റ്റും ഉള്ള രണ്ട് സെല്ലുകളെ നമ്മൾ ഫ്യൂസ് ചെയ്യിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇത് പൊട്ടറ്റോ ആണെന്നും അതേപോലെ ഇത് ടൊമാറ്റോ ആണ് എന്നും സങ്കല്പിക്കുക. ഓക്കെ, അങ്ങനെ സങ്കല്പിച്ചു നമ്മൾ. അതിനുശേഷം ഇതിന്റെ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലുലേസ് ഉപയോഗിച്ചു. ഓക്കെ, സെല്ലുലേസിന് പുറമെ പെക്റ്റിനേസ് ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്യാൻ സെല്ലുലേസും സെല്ലുകൾ തമ്മിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സെല്ലുകൾ തമ്മിലുള്ള ബൈൻഡിങ് മാറാൻ വേണ്ടി പെക്റ്റിനേസ് ഉപയോഗിച്ചു. അങ്ങനെ സെൽ വോൾ ഡൈജസ്റ്റ് ആയി. സെൽ വോൾ ഡൈജസ്റ്റ് ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രോട്ടോപ്ലാസ്റ്റ് കിട്ടി. കണ്ടോ? അങ്ങനെ പ്രോട്ടോപ്ലാസ്റ്റ് സെപ്പറേറ്റ് ചെയ്തു, സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്തു പോയി. കണ്ടോ? സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്തു പോയി. അങ്ങനെ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈം ഏതാ എന്ന് കണ്ടല്ലോ. ഓക്കെ, അങ്ങനെ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്ത ശേഷം പ്രോട്ടോപ്ലാസ്റ്റ് എടുത്തു. അപ്പൊ ആദ്യം നമ്മൾ പറയുന്ന സ്റ്റെപ്പ് നോക്ക്. ഫസ്റ്റ് പ്രോസസ് ഏതാന്ന് ചോദിച്ചാൽ സെൽ വോൾ റിമൂവ് ചെയ്യാം. എങ്ങനെ? ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു എൻസൈം. ഏതൊക്കെ? സെല്ലുലേസും പെക്റ്റിനേസും. സെല്ലുലേസും പെക്റ്റിനേസും. അങ്ങനെ സെൽ വോൾ ഇല്ലാത്തതിനെയാണ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് ഓക്കെ ആണല്ലോ. ഇനി സ്റ്റെപ്പ് 2 നോക്ക്. ഈ രണ്ട് പ്രോട്ടോപ്ലാസ്റ്റ് ഞാൻ എടുത്തു. ഓക്കെ, ആ പ്രോട്ടോപ്ലാസ്റ്റിനെ എടുത്ത ശേഷം ഈ രണ്ട് പ്രോട്ടോപ്ലാസ്റ്റിനെയും കൂടി ഞാൻ അങ്ങോട്ട് ഫ്യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എങ്ങനെയാണ് ഫ്യൂസ് ചെയ്യാം? ഒന്നെങ്കിൽ ഷോക്ക് അടിപ്പിച്ചാൽ മതി, കറണ്ട് കൊടുത്താൽ മതി, ഹൈ വോൾട്ടേജ് കറണ്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ എന്താ കൊടുക്കാന്നറിയോ? പെഗ്. എന്താണാവോ ഈ പെഗ്? പെഗിന്റെ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. പോളി എത്തിലിൻ ഗ്ലൈക്കോൾ. പോളി എത്തിലിൻ ഗ്ലൈക്കോൾ. അപ്പൊ നമ്മളൊരു പ്ലഗ് കൊടുത്തു. ഓക്കെ, പോളി എത്തിലിൻ ഗ്ലൈക്കോൾ. അപ്പൊ ഒരു പെഗ് കൊടുത്തു, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് കൊടുത്തതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? ഇത് കൊടുത്തതോട് കൂടിയിട്ട് ഈ രണ്ട് പ്രോട്ടോപ്ലാസ്റ്റും കൂടി അങ്ങോട്ട് കമ്പൈൻ ചെയ്തു. ഒരൊറ്റ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഒരൊറ്റ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടായതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരൊറ്റ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടാവുന്നതിനെയാണ് ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ്. അപ്പൊ സ്റ്റെപ്പ് 2 നടക്കുന്ന കാര്യങ്ങൾ നോക്ക്. രണ്ട് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂസ് ചെയ്തു, പെഗോ അല്ലെ ഹൈ വോൾട്ടേജ് കറണ്ട്. അങ്ങനെ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടാക്കി. അതിനുശേഷം ഞാനൊരു സ്യൂട്ടബിൾ ന്യൂട്രിയൻ മീഡിയത്തിൽ ഇട്ടിട്ട് അതിനെ കൾച്ചർ ചെയ്തു. ഓക്കെ, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പ് നോക്ക്. അതിൽ നിന്നും ഒരു പ്ലാന്റ്ലെറ്റ് ഡെവലപ്പ് ചെയ്ത് കണ്ടോ? യെസ്, പ്ലാന്റ്ലെറ്റ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുന്നത്? ഈ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് നമ്മളൊരു സ്യൂട്ടബിൾ ന്യൂട്രിയൻ മീഡിയത്തിൽ ഇട്ടിട്ട് കൾച്ചർ ചെയ്തു. എന്നിട്ടോ ഈ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് പിന്നീട് സെൽ വോൾ ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാക്കും. അതിന്റെ രണ്ട് എക്സാമ്പിൾ നോക്ക്. നേരത്തെ ഞാൻ പറഞ്ഞ പൊട്ടറ്റോയും ടൊമാറ്റോയും കൂടെ കൂടിയിട്ടുള്ള പൊമാറ്റോ, അതേപോലെ തന്നെ ബൊമാറ്റോയും ഒരു എക്സാമ്പിൾ പറയാം. ബൊമാറ്റോ കണ്ട? ബൊമാറ്റോ ആര് തമ്മിലാ? ബ്രിഞ്ചാൾ ഉണ്ട്, വഴുതനങ്ങയുണ്ട്. ബ്രിഞ്ചാളും അതേപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോയായിട്ട് കണ്ട? ബ്രിഞ്ചാളും ടൊമാറ്റോയും കൂടെ കൂടിയിട്ട് എന്ത് ഫോം ചെയ്തു? നമ്മൾ ബൊമാറ്റോ ഫോം ചെയ്തു. ബൊമാറ്റോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ വഴി എന്താ നമ്മൾ ചെയ്യുന്നത്? രണ്ട് വ്യത്യസ്തമായ
പ്രോട്ടോപ്ലാസ്റ്റുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ. അങ്ങനെ രണ്ട് വ്യത്യസ്തമായ പ്രോട്ടോപ്ലാസ്റ്റുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പം നമ്മളതിനെ വിളിക്കുന്ന പേരെന്താ? നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ്. കണ്ടോ? ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. ഇങ്ങനെ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റിനെ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റിനെ കൾച്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് എണ്ണത്തെ നമ്മൾ വീണ്ടും ഉണ്ടാക്കും. അതാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ ഇതോട് കൂടിയിട്ട് എന്തവസാനിപ്പിച്ചു? നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവസാനിപ്പിച്ചു. ഓക്കെ ആണോ? യെസ്. അപ്പൊ നോക്കൂ, അപ്പൊ ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ടിഷ്യൂ കൾച്ചർ എന്താ എന്ന് പഠിച്ചു, ടിഷ്യൂ കൾച്ചറിന്റെ ആരാണ് അത് കോൺസെപ്റ്റ് കൊണ്ടുവന്നത് എന്ന് പഠിച്ചു. ഓക്കെ. അതേപോലെ തന്നെ നോക്കൂ, എക്സ്പ്ലാന്റ് എന്താന്ന് പഠിച്ചു, ടോട്ടിപ്പൊട്ടൻസി എന്താന്ന് പഠിച്ചു. അതേപോലെ തന്നെ ടോട്ടിപ്പൊട്ടൻസിയുടെ കോൺസെപ്റ്റ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ. ന്യൂട്രിയൻ മീഡിയത്തിൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകൾ എന്താന്ന് പഠിച്ചു. ഓക്കെ. അതേപോലെ തന്നെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആരൊക്കെയാണ് എന്ന് പഠിച്ചു. ഓക്കെ. ഓക്സിൻസും അതേപോലെ തന്നെ സൈറ്റോകൈനിനും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ എന്താന്ന് പഠിച്ചു. ഓക്കെ. ദെൻ മൈക്രോ പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാക്കുന്നത് സോമാക്ലോൺസ് ആണ് നമുക്ക് മനസ്സിലാക്കി. മെരിസ്റ്റം കൾച്ചർ കൊണ്ട് വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിച്ചു. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്താണ്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, അതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഓക്കെ. 4 സ്റ്റെപ്പുകൾ എന്താന്ന് മനസ്സിലാക്കി. ഓക്കെ. അതേപോലെ തന്നെ ബൊമാറ്റോയും എന്താന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? യെസ്. ആദ്യത്തെ ചോദ്യം നോക്ക്, ഒരു എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഞാൻ പറയും ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് പാർട്ട് അല്ലേ? അപ്പൊ സി അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. അടുത്ത് നോക്ക്, ദ കപ്പാസിറ്റി ഓഫ് എ സെൽ അല്ലെങ്കിൽ എക്സ്പ്ലാന്റ് ടു ഗ്രോ ഇൻ ടു എ ഹോൾ പ്ലാന്റ്. ഒരു പ്ലാന്റ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? അതല്ലേ സെല്ലുലാർ ടോട്ടിപ്പൊട്ടൻസി എന്ന് പറയുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് അൺഅഫക്റ്റഡ് ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്ക്, ടോട്ടിപ്പൊട്ടൻസി എനേബിൾസ് ടു മൈക്രോ പ്രൊപ്പഗേറ്റ് പ്ലാന്റ്സ്. അതും കറക്റ്റ് അല്ലേ? അപ്പൊ 2 സ്റ്റേറ്റ്മെന്റും ട്രൂ അല്ലേ? അതെ. നോക്ക്, ന്യൂട്രിയൻ മീഡിയത്തിന്റെ അകത്ത് എന്തെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ന്യൂട്രിയൻ മീഡിയത്തിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതെല്ലാം വരുമോ? യെസ്, ഇതെല്ലാം വരും. ഓക്കെ. ഇൻഓർഗാനിക് സാൾട്ട്സ്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എല്ലാം വരും. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു 1, 3, 4 and 5. മക്കളെ, ഈ ചോദ്യത്തിന് ആൻസർ എന്താ? ദ മെത്തേഡ് ഓഫ് ഗ്രോയിങ്, ആയിരക്കണക്കിന് ചെടികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് വിളിച്ചു? മൈക്രോ പ്രൊപ്പഗേഷൻ. നോക്കൂ മക്കളെ, വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ ഉണ്ടാക്കുന്നത് ഏത് മെത്തേഡാണ്? നമ്മൾ പറയും മെരിസ്റ്റം കൾച്ചർ. ഓക്കെ. മെരിസ്റ്റം കൾച്ചർ. അങ്ങനെയാണെങ്കിൽ വീണ്ടും നോക്കാം, പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് 2 different species are fused. കണ്ടോ? ആ 2 different species are fused in. എന്തിലാണ് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂസ് ചെയ്യുന്നത്? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അതുകൊണ്ട് തന്നെ അതിനെ പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ എന്നുള്ള പേരും കൂടി നമുക്കതിനെ വിളിക്കാം. പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ എന്നും കൂടെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഓക്കെ ആണല്ലോ? യെസ്. റെഡി. ഇനി അടുത്ത് നോക്ക്, ഈ പറയുന്ന സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് അത് എന്ത് ടെക്നിക്കാണ്? നാച്ചുറൽ ആണോ? അല്ല. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ബ്രീഡിംഗ് അല്ലേ? അതെ. നോക്ക്, പൊമാറ്റോ എന്ന് പറയുന്നത് ആരുടെ സൊമാറ്റിക് ഹൈബ്രിഡ് ആണ്? ഒന്ന് ആലോചിച്ച് നോക്ക്, ആരുടെ സൊമാറ്റിക് ഹൈബ്രിഡ് ആണ്? അപ്പൊ ഞാൻ പറയും പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ ആണ്. ഓക്കെ. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്ക്, ദ ടെക്നിക് ഓഫ് ഹോൾ പ്ലാന്റ് ഫ്രം എനി പ്ലാന്റ് പാർട്ട്, ഇൻ വിട്രോ ആണോ ഇൻ വിവോ ആണോ? ഇൻ വിട്രോ കൾച്ചർ അണ്ടർ അസെപ്റ്റിക് കണ്ടീഷൻ. മക്കളെ, ഇതിനെ നമ്മൾ എന്ത് പേരിട്ടിട്ടാ വിളിക്കാം? ഈ കണ്ടീഷന് നമ്മൾ എന്ത് പേരിട്ടിട്ടാ വിളിക്കാം? ഇതല്ലേ മക്കളെ യഥാർത്ഥത്തിൽ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്.
സോ എ അല്ലേ കറക്റ്റ് ആൻസർ. അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ നീറ്റിന് വരുന്നൊരു സ്പെഷ്യൽ കണ്ടന്റ് അവസാനിപ്പിക്കുകയാണ്. മക്കളെ, നീറ്റിന് ഏത് സമയത്തും ഇതിൽ നിന്ന് ചോദ്യം വരും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് ഫോർ ദ നീറ്റ് എക്സാമിനേഷൻ. ഓക്കെ, താങ്ക് യു.